വെഡിങ് ബാങ്ക്വറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം അറിയിക്കുന്നു. ഒന്നിച്ച് നമുക്ക് ദൈവവചനം ചിന്തിപ്പാൻ ഈ മിനിറ്റുകളിൽ കർത്താവ് നമുക്കിടയാക്കട്ടെ. നാം തുടർമാനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധനയെക്കുറിച്ചാണ്. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യമാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. അവിടെ ഇപ്രകാരം ഓർപ്പിക്കുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ 1-ാം വാക്യത്തിൽ 1-2 ചില കാര്യങ്ങൾ നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചിന്തിച്ചു. ഇന്ന് ദൈവത്തിൻ്റെ മനസ്സലിവ് എന്ന് പറയുന്ന ഒരു പദത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ മനസ്സലിവ്, ഇത് ബൈബിൾ വളരെ ആഴത്തിൽ പരാമർശിക്കുന്ന ഒരു വിഷയമാണ്. വാസ്തവത്തിൽ മനസ്സലിവുള്ള പിതാവ് എന്നുള്ളൊരു പദം ദൈവത്തെക്കുറിച്ച് വിവിധ ഇടങ്ങളിൽ പുതിയ നിയമത്തിൽ വിവക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവുകളിൽ ഏറ്റവും കൂടുതൽ പറയുവാൻ ആഗ്രഹിച്ചത് ദൈവം മനസ്സലിവുള്ളവനാണ് എന്നാണ്. അപ്പോൾ ഇവിടെ ഓർപ്പിക്കുന്നു ദൈവത്തിൻ്റെ മനസ്സലിവ്. ഈ മനസ്സലിവ് എന്നുള്ള പദം മേഴ്സി അഥവാ കരുണ. എന്താണ് മേഴ്സി എന്ന് പറയുന്നത്? ഓയിക്ട്രോ എന്ന് പറയുന്ന ഒരു പദമാണ് ഗ്രീക്കിൽ ഇതിന് പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം കമ്പാഷൻ എന്നാണ്. കമ്പാഷൻ അഥവാ അനുകമ്പ. ഈ അനുകമ്പ തോന്നുക എന്ന് പറയുന്ന ആ വാക്കിൽ നമുക്കിത് മനസ്സിലാകും. ഇവിടെ മേഴ്സി അഥവാ കരുണയെന്ന് ബൈബിളിൽ ഓർപ്പിക്കുന്നത് തെറ്റ് ചെയ്ത ഒരുവൻ അവൻ ശിക്ഷയ്ക്കർഹനാണ്. അങ്ങനെ ശിക്ഷയ്ക്കർഹനാണെന്ന് കണ്ടിട്ടും ശിക്ഷിക്കുവാൻ അധികാരമുള്ളവൻ അവനെ ശിക്ഷിക്കാതെ വെറുതെ വിടും. അവനെ ശിക്ഷിക്കേണ്ട ഇടത്ത് ശിക്ഷിക്കുവാൻ അധികാരമുള്ളവൻ അവനെ വെറുതെ വിടുന്നു. അതിന് മറ്റൊരു കാരണവുമില്ല. അവനോടുള്ള ആ മേഴ്സി നിമിത്തം, കരുണ നിമിത്തം. പ്രൈസ് ഗോഡ്. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവം നമ്മെ ശിക്ഷിക്കാതെ വെറുതെ വിടുന്നത് നമ്മെ ശിക്ഷിക്കണം എന്നറിഞ്ഞതുകൊണ്ടും നാം ശിക്ഷയ്ക്ക് പാത്രീഭൂതരാണെന്ന് അറിഞ്ഞിട്ടും ദൈവം ആഗ്രഹിക്കുന്നു നാം ദൈവത്തിൻ്റെ മനസ്സലിവിനെ കുറിച്ച് തിരിച്ചറിയണമെന്ന്. അപ്പോൾ നമ്മെ ഓരോ പ്രാവശ്യവും വെറുതെ വിടുകയും നാം ഏറ്റുപറയുമ്പോഴൊക്കെ ദൈവം ക്ഷമിക്കുകയും ചെയ്യാനുള്ള കാരണം ഇതിൽ ദൈവം ഒരു കാര്യം ഉദ്ദേശിക്കുന്നുള്ളൂ. ദൈവം ഇത്രത്തോളം മനസ്സലിവുള്ളവനാണെന്ന് നാം അറിയുകയും നാം മറ്റുള്ളവരോട് ആ മനസ്സലിവ് കാണിക്കുകയും ചെയ്യുക. പ്രൈസ് ഗോഡ്. അപ്പോൾ നമുക്കിന്ന് ഈ മനസ്സലിവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മോട് ഓർപ്പിച്ചതുപോലെ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് ഇങ്ങനെ ഓർപ്പിച്ചില്ലേ: സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ഹൃദയപൂർവ്വം തങ്ങളിൽ ക്ഷമിപ്പീനെന്ന്. ഈ ദൈവത്തെ പോലെയൊക്കെ ക്ഷമിക്കാനല്ലേ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അങ്ങനെ ദൈവത്തെ പോലെ ക്ഷമിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? മറ്റാരോടും ആവശ്യപ്പെടാത്ത ചില കാര്യങ്ങളാണ് ഒരു പുതിയ നിയമ വിശ്വാസിയോട് ദൈവം ആവശ്യപ്പെടുന്നത്. ഈവൻ യഹൂദനോട് ആവശ്യപ്പെടാത്ത കാര്യങ്ങളാണ്. കാരണം യഹൂദൻ ദൈവത്തിൻ്റെ മകനല്ല. എന്നാൽ ഒരു പുതിയ നിയമ വിശ്വാസി ദൈവ പൈതലാണ്. അവൻ വചനത്താൽ വീണ്ടും ജനിച്ചവനാണ്, ആത്മാവിൽ ജനിച്ചവനാണ്. അതുകൊണ്ട് തന്നെ ദൈവം തൻ്റെ ക്വാളിറ്റി, തൻ്റെ ക്യാരക്ടർ ഒരു ദൈവ പൈതലിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ഇപ്പം നമ്മിൽ നിന്ന് നമുക്ക് ദൈവത്തിന് മടക്കി കൊടുക്കുവാൻ പറ്റുന്ന ഏക കാര്യം നമ്മിൽ വെളിപ്പെടുന്ന ദൈവ സ്വഭാവത്തെയാണ്. ഇവിടെ ഇപ്രകാരം ഓർപ്പിക്കുന്നു: ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പം കമ്പാഷൻ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഈ കമ്പാഷൻ അഥവാ അനുകമ്പ എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടേണ്ടവനെ വെറുതെ വിടുന്നതാണ് എന്നും നമ്മൾ ചിന്തിച്ചു. റോമാലേഖനം 2-ാം അധ്യായം അതിന് 4-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ഈ അനുകമ്പയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി
എന്നിവയുടെ ഐശ്വര്യത്തെ നിരസിക്കുന്നുവോ എന്നൊരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവം ഒരുവനോട് നിരന്തരമായി ദയ കാണിക്കുകയാണ്. എന്തിന്? അവൻ മാനസാന്തരപ്പെടാൻ. ഈ മാനസാന്തരം എന്നുള്ള പദത്തെക്കുറിച്ച് നമ്മളൊരിക്കൽ ചിന്തിച്ചതാണ്. മാനസാന്തരം എന്നുള്ള പദത്തിന് മെറ്റനോയിയ എന്ന ഒരു പദമാണ് ഗ്രീക്കിൽ പൊതുവായി പറയുന്നത്. എന്നാൽ ഈ മെറ്റനോയിയ എന്നുള്ള പദത്തിന് പശ്ചാത്തപിക്കുക എന്നല്ല, മറിച്ച് കൂടുതൽ മെച്ചമായ നിലയിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു മനുഷ്യൻ സ്വന്തം ചിന്താഗതികളെ വിട്ടിട്ട് അവൻ ദൈവത്തെ പോലെ ചിന്തിക്കുവാൻ തുടങ്ങുന്നതിനെയാണ് ഈ മെറ്റനോയിയ എന്ന് പദം കൊണ്ട് വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറയുന്നു, മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ഒരാൾ ഇനിയും ദൈവത്തെ പോലെ ചിന്തിക്കുന്നു. ഇത്രയും നാൾ മാനുഷികമായി ഞാൻ ചിന്തിച്ചത്, മാനുഷികമായി ഞാൻ നിരൂപിച്ചു. എന്നാൽ ഇപ്പോൾ ഞാൻ ദൈവം ഈ വിഷയത്തിൽ എങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നു. ദൈവം ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു അങ്ങനെ പ്രതികരിക്കുന്നു. ഈ നിലയിൽ ദൈവികമായി ഉയരത്തിൽ നിന്ന് ചിന്തിക്കുവാനും പ്രതികരിക്കുവാനും ഒരുവൻ തന്നെ തന്നെ ഏൽപ്പിക്കുമ്പോഴാണ് അവനിൽ ആ മെറ്റനോയിയ പൂർണ്ണമാകുന്നത്. പ്രൈസ് ഗോഡ്. എന്തൊരു ഉദാത്തമായ ചിന്തയാണ്. ഇതുകൊണ്ടാണ് ഈ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിലൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഉയരത്തിൽ നിന്ന് ചിന്തിക്കുക, ഉയരത്തിലുള്ളത് ചിന്തിക്കുക. ഈ ഉയരത്തിലുള്ളത് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗത്തിലെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാനല്ല, ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഇടത്തിരുന്നു കൊണ്ട് അവിടെ നിന്ന് ഭൂമിയിലേക്ക് നോക്കി കാര്യങ്ങളെ ചിന്തിക്കണമെന്ന്. പ്രൈസ് ഗോഡ്. ഞാൻ ഫ്ലൈറ്റ് യാത്ര നടത്തുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ ഈ ഉയരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും താഴെയുള്ള വമ്പൻ കെട്ടിടങ്ങളൊക്കെ വളരെ ചെറുതായി നിങ്ങൾക്ക് തോന്നും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടുതലെന്ന് പറയപ്പെടുന്ന ഒരു ബുർജ് ഖലീഫയുണ്ട് ദുബൈയിൽ. നിങ്ങൾ പലരും അത് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് ഏറ്റവും ഉയരം കൂടിയ ഒരു കെട്ടിടമാണ്. അപ്പോൾ തന്നെ അനേകർ ഈ ബുർജ് ഖലീഫയുടെ അടുക്കൽ വരികയും അതിൻ്റെ അടുക്കൽ നിന്ന് സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷേ ഒരു ഫ്ലൈറ്റിലൂടെ ഉയരത്തിൽ നാം പോകുമ്പോൾ നമുക്ക് ഈ ബുർജ് ഖലീഫയുടെ ഉയരം കാണാൻ കഴിയത്തില്ല. കാരണം കിലോമീറ്ററുകൾ ഉയരത്തിൽ പറക്കുന്ന ഫ്ലൈറ്റിൽ നിന്ന് അതിൻ്റെ ആ വിൻഡോയിലൂടെ നാം താഴേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ തീപ്പെട്ടി പോലെ ഏറ്റവും ചെറുതായിട്ട് നമുക്ക് ഈ ബുർജ് ഖലീഫയെ കാണാൻ കഴിയും. നമുക്ക് മനസ്സിലാകും മനുഷ്യൻ്റെ നിർമ്മിതികളും അവൻ വലിപ്പമെന്ന് പറയുന്നതൊക്കെ ഉയരത്തിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും ചെറുതാണെന്ന്. അപ്പം ഈ നമ്മോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിൽ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് തന്നെ ഉയരത്തിൽ നിന്ന് ചിന്തിക്കുവാൻ. ലൂക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പിൽ അറപ്പാകുന്നു. നാം വലിപ്പമുള്ളതെന്ന് പറയുന്നതും വലുതെന്ന് പറയുന്നതുമൊക്കെ അതിൽ വലിയ വലിപ്പങ്ങൾ കാണാത്തൊരു ദൈവം. പ്രൈസ് ഗോഡ്. നമുക്ക് മടങ്ങി വരാം. ഇവിടെ മനസ്സലിവെന്ന് പറയുന്നൊരു പദത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? റോമാലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നുവെന്ന് നീ അറിയാതിരിക്കുന്നു. അപ്പം ദൈവം ഓരോ പ്രാവശ്യം നമ്മോട് ക്ഷമിക്കുമ്പോഴും ദൈവം ആഗ്രഹിക്കുന്നു ഈ വ്യക്തി മാനസാന്തരപ്പെടണം. ഒന്നുകൂടി പറഞ്ഞാൽ, എത്ര വട്ടവും പാപം ചെയ്യുന്ന ഒരുവനോട് ക്ഷമിക്കാൻ ദൈവം തയ്യാറാണ്. ഇത് ദൈവത്തിൻ്റെ തിരുവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അനുതപിക്കുന്ന ഒരു ഹൃദയമുള്ളവനോട് ക്ഷമിക്കാൻ ദൈവം തയ്യാറാണ്. നാമും ഒരിക്കൽ കർത്താവിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് നാം എടുക്കപ്പെട്ട് അതിനുശേഷമായി വിശുദ്ധന്മാരോടൊത്ത് നാമും കർത്താവിനെ എതിരേൽപ്പാൻ നിൽക്കുമ്പോൾ അന്ന് നാം തിരിച്ചറിയും, നാം ചെയ്ത യാതൊരു നീതിപ്രവൃത്തി മൊത്തവുമല്ല, മറിച്ച് ദൈവം ദീർഘക്ഷമ കാണിച്ചതുകൊണ്ടും
ദൈവം കരുണ കാണിച്ചതുകൊണ്ടും മാത്രമാണ് നാം ദൈവസന്നിധാനത്തിൽ നിൽക്കുന്നതെന്ന്. ഈ നിത്യതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഏതൊരു വിശുദ്ധനും പ്രശംസിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ കരുണയില്ല. ബൈബിൾ പറയുന്നു, പ്രശംസിക്കുന്നവൻ ദൈവത്തിൽ പ്രശംസിക്കട്ടെ. സ്വർഗത്തിൽ നിങ്ങളൊരു പാട്ട് പാടിയാൽ, അവിടെ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചാൽ, നിങ്ങൾക്കാകെ പറയുവാനുള്ള ഏക കാര്യം, കർത്താവേ, അങ്ങയുടെ കരുണ നിമിത്തം, അങ്ങയുടെ മഹാമനസ്സലിവ് നിമിത്തം, അങ്ങയുടെ മഹാസ്നേഹ നിമിത്തമാണ് ഞാനിവിടെ എത്തിയതെന്ന്. അല്ലാതെ നമുക്ക് ദൈവത്തെ ഒരിക്കലും പ്രസാദിപ്പിക്കുവാൻ കഴിയാത്തവണ്ണം നാം പാപ പ്രകൃതിയിലുള്ളവനായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നു. ഇവിടെ മനസ്സലിവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ ദയ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. അപ്പം ഒരുവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ദൈവം അവനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കും? നിങ്ങൾ ഈ പുതിയ നിയമം വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേട്ടോ, നിന്റെ സഹോദരൻ നിന്നോട് പിഴയ്ക്കുമ്പോൾ ദിവസത്തിൽ 7 പ്രാവശ്യം നിന്നോട് പിഴയ്ക്കുകയും 7 പ്രാവശ്യം ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നവനോട് ക്ഷമിക്കണം. ഈ 7 എന്നുള്ള സംഖ്യ ദൈവത്തിൻ്റെതാണ്, അത് പൂർണ്ണതയുടെ സംഖ്യയാണ്. പ്രൈസ് ഗോഡ്. അപ്പം ഒരു മനുഷ്യനോട് പോലും ഇത്രത്തോളം ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ദൈവം നമ്മോട് എന്തുമാത്രം ക്ഷമിക്കുന്നു. അപ്പോൾ ഓരോ ക്ഷമയിലും ഞാൻ തിരികെ മടങ്ങിച്ചെല്ലുവാൻ കർത്താവ് ആഗ്രഹിക്കുക. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ ക്ഷമയെക്കുറിച്ച്, ആ ടോളറൻസിനെ കുറിച്ച് ദൈവം അങ്ങ് നമ്മെ ടോളറേറ്റ് ചെയ്യും. ആ ക്ഷമയെക്കുറിച്ച് റോമാലേഖനം 2:4 ആ ദൈവത്തിൻ്റെ ക്ഷമ എന്നുള്ള പദത്തിന് തന്നെ അനോഖ എന്നൊരു പദമാണ്. അനോഖ, ടോളറൻസ്. ദൈവം നമ്മളെ ടോളറേറ്റ് ചെയ്യുക. അടുത്ത പദം ദൈവത്തിൻ്റെ ദീർഘക്ഷാന്തി, ദീർഘക്ഷമ, ലോങ് സഫറിങ്. ദൈവം നമ്മെ ദീർഘമായി ക്ഷമിക്കുകയാണ്. മാക്രോഥൂമിയ എന്നൊരു പദമാണ്, ലോങ് സഫറിങ്. സ്തോത്രം. ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ദൈവം അവനോട് ക്ഷമിക്കാൻ തയ്യാറ്. ആമേൻ. നിങ്ങൾ ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ പാപം സംബന്ധിച്ചോ ഇന്നലകൾ സംബന്ധിച്ചോ ഇനി ദൈവം എന്നോട് ക്ഷമിക്കയില്ല എന്നൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റാണ്. മറിച്ച് തികഞ്ഞ അനുതാപത്തോടെ ദൈവകരങ്ങൾ അടുത്ത് ചെന്നിട്ട്, ഞാനത് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് 1-ൽ കൂടുതൽ പ്രാവശ്യം പറയുവാൻ പോലും ദൈവം ആഗ്രഹിക്കുന്നില്ല. നുറുങ്ങിയ ഹൃദയത്തോടെ ഒരു പ്രാവശ്യം ഞാനത് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നവനോട് 1000 പ്രാവശ്യം ദയ കാണിക്കുവാൻ കൃപാസനത്തിലിരിക്കുന്ന കർത്താവ് ഒരുക്കമാണ്. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ മനസ്സലിവ്, ദൈവത്തിൻ്റെ ദീർഘക്ഷാന്തി അഥവാ മാക്രോഥൂമിയ. പ്രൈസ് ഗോഡ്. ഈ കർത്താവിൻ്റെ ക്ഷമ നിങ്ങൾ കണ്ടോ? അല്ലെങ്കിൽ കർത്താവിൻ്റെ മനസ്സലിവ് നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഈ ക്രൂശിലെ ഒരു കള്ളനെ കുറിച്ച് നാം വായിച്ചിട്ടില്ലേ? വാസ്തവത്തിൽ എന്താ കള്ളന് സംഭവിക്കുന്നത്? അവൻ മരിക്കാൻ തുടങ്ങിയ ചില മിനിറ്റുകൾ കഴിഞ്ഞാൽ അവനും മരിക്കും, കർത്താവും മരിക്കും. അന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ, ചുരുക്കം ചിലരെങ്കിലും ക്രൂശിൻ്റെ അരികിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടൊക്കെ ഉണ്ട്. ക്രൂശിനോട് ഏറ്റവും അടുത്ത് യോഹന്നാൻ നിൽപ്പുണ്ട്. ഗലീലയിൽ നിന്ന് വന്ന സ്ത്രീകളൊക്കെ അവിടെ നിൽപ്പുണ്ട്. കർത്താവ് തീവ്രമായ വേദനയിലാണ്. ഏതാണ്ട് 6 മണിക്കൂറോളം തുടർമാനമായി ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ ആ ശരീരത്തിന് തീരാവേദനയുണ്ട്. ഇതൊക്കെ ആയിരിക്കുമ്പോഴും കർത്താവ് വളരെ ശ്രദ്ധാലുവാണ്. സ്വന്തം വേദനകൾക്കും അപ്പുറത്ത് രക്ഷിക്കപ്പെടുവാനുള്ള ഒരു ആത്മാവിനെ കുറിച്ചുള്ള ആ വലിയ ആവല് അപ്പോഴും കർത്താവിൻ്റെ ഹൃദയത്തിലുണ്ട്. അന്ന് ഈ ചുവട്ടിൽ നിൽക്കുന്ന കരയുന്ന മാറത്തടിക്കുന്ന ഈ സ്ത്രീകളെയോ അല്ലെങ്കിൽ ഈ അപ്പസ്തലന്മാർക്കോ ആർക്കും വെളിപ്പെടാത്ത വലിയൊരു വെളിപ്പാട് ഈ കള്ളൻ്റെ ഹൃദയത്തിലുണ്ടാകുക. അവൻ മാത്രമാണ് പറഞ്ഞത്, നീ മരണം കൊണ്ട് തീരുകയില്ല, നീ മരിച്ചാലും വീണ്ടും മടങ്ങി വരുക എന്ന് പറഞ്ഞാൽ, കർത്താവേ, അങ്ങ് മഹത്വത്തിൽ വരുമ്പോൾ, അങ്ങ് രാജത്വത്തിൽ വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഈ പദം ഒരിക്കലും മാനുഷികമായി വന്നതല്ല, അവനോടുള്ള ദൈവത്തിൻ്റെ നീതിയാണ്.
അപ്പൊ യേശു കർത്താവ് മരിച്ചാൽ ഉയർക്കുമെന്ന് ശിഷ്യന്മാർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇവൻ മരിച്ചിട്ട് ഉയർത്തിട്ട് പോലും അവരത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഈ ക്രൂശിൽ കിടക്കുന്ന കള്ളൻ, അവൻ വിശ്വസിച്ചു യേശു മരിച്ചാൽ ഉയർക്കുമെന്ന്. അവൻ വിശ്വസിച്ചു യേശു രാജാവായി മടങ്ങി വരും. അങ്ങനെ ആ ക്രൂശിൽ കിടക്കുന്ന തൻ്റെ മരണത്തിൻ്റെ അവസാന സെക്കൻഡുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ഏറ്റുപറഞ്ഞ വിശ്വസിച്ച ഒരുത്തനോട് കർത്താവ് പറയുന്നു, നീ ഇന്ന് എന്നോടൊപ്പം പർദീസയിലിരിക്കും. എന്ത് മനോഹരമായ ഒരു രംഗമാണത്. സ്വന്തം ജീവിതം മുഴുവനും പാപത്തിന് വേണ്ടി ചിലവഴിച്ചൊരു മനുഷ്യൻ, ഒരു വേള വെളിപ്പെട്ട ഒരു ചെറിയ തിരിച്ചറിവിൽ, ഒരു ചെറിയൊരു ഫോർട്ടിസോ, ഒരു വെളിച്ചം അല്ലെ വെളിപ്പാട്, അതിൽ അവൻ വിളിച്ചു പറയുകയാണ്, നീ രാജത്വത്തിൽ വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഒന്നുകൂടി പറഞ്ഞാൽ, ആ കർത്താവായ യേശുക്രിസ്തു ഉയർക്കുമെന്ന് വിശ്വസിച്ച ആ കള്ളൻ അപ്പോൾ തന്നെ ഇനിയും സ്റ്റെപ്പിൻ ചെയ്യുന്നത് പർദീസയിലേക്ക്. ദൈവത്തിൻ്റെ കരുണയുടെ മഹാത്മ്യത, ദൈവത്തിൻ്റെ കരുണയുടെ ആ വലിപ്പം, അതെത്ര വലിയതാണ്. ഒരുപക്ഷെ ഈ മോഷ്ടാവായ മനുഷ്യൻ, അവൻ മോഷ്ടിച്ച പല തൊണ്ടിമുതലുകൾ അവൻ്റെ ഭവനത്തിൽ മറ്റിടങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കാം. അവൻ നൂറുകണക്കിന് ആളുകളോട് നിരപ്പ് പ്രാപിക്കാനുണ്ടായിരിക്കാം. അവൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അവൻ ഇതുവരെയും ഒരിക്കൽ പോലും ഏറ്റുപറഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ആ ദീർഘക്ഷമ, ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവത്തിൻ്റെ കരുണ അവനെ കൈപിടിച്ച് പർദീസയിലേക്ക് നടത്തുകയാണ്. നമ്മളതാണ് അവിടെ കാണുന്നത്. പ്രൈസ് ഗോഡ്. ഇപ്പോൾ റോമലേഖനം 2-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ, അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യത്തെ നിരസിക്കരുത് എന്ന് പറയുകയാണ് യഹൂദനോട്. റോമലേഖനം 9-ന്റെ 23-24 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇപ്രകാരമുണ്ട്. ഇങ്ങനെയാണ്, ദൈവം തൻ്റെ കോപത്തെ നിറച്ചു വെക്കേണ്ടുന്ന നാശത്തിന് യോഗ്യമായ പാത്രങ്ങളാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്യാരക്ടർ വെച്ച് നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക പരിശോധിച്ചാൽ, ദൈവത്തിൻ്റെ കോപം മുഴുവനും നിറച്ചു വെക്കേണ്ടുന്ന നാശയോഗ്യമായ പാത്രങ്ങളാണ് നാം. എന്നാൽ ആ നമ്മെ തിരഞ്ഞെടുത്തിട്ട് ഈ നാശയോഗ്യമായ പാത്രങ്ങളെ ദീർഘക്ഷമയോടെ ദൈവം സഹിക്കുകയാണെന്ന് പറഞ്ഞു. എന്തിന്? തേജസ്സിൻ്റെ ആ ഖനം ഒഴിച്ചു വെക്കേണ്ടത്. പ്രൈസ് ഗോഡ്. അപ്പം തൻ്റെ തേജസ് ഒഴിച്ചു വെക്കേണ്ടതിന്, അല്ലെങ്കിൽ തേജസ്സാൽ നിറയ്ക്കേണ്ടതിന്, ക്രോധം ഒഴിച്ചു വെക്കേണ്ടുന്ന ഈ പാത്രങ്ങളെ ദൈവം സഹിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നാം വരുമ്പോൾ നമ്മൾ മറന്നു പോകരുത്, നമ്മൾ ദൈവത്തെ പ്രതി വല്ലോ സഹിക്കുകയല്ല, ദൈവം നമ്മളെയൊക്കെ സഹിക്കുക. പ്രൈസ് ഗോഡ്. കാരണം നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളെല്ലാം ഓരോ ദിവസവും സഹിച്ച്, ക്ഷമിച്ച്, കൂടെ നിന്ന് ഈ കോപപാത്രങ്ങളെ കൈപിടിച്ച് നടത്തി ഒരിക്കൽ തേജസ്സിൻ്റെ ഖനം, അല്ലെങ്കിൽ ആ തേജസ്സിൻ്റെ ധനം നമ്മുടെ മേൽ ഒഴിച്ച് അങ്ങനെ നമ്മെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന അപ്പൻ. പ്രൈസ് ഗോഡ്. അത്ര മനോഹരമായ ഒരു ഇതിവൃത്തമാണ് ബൈബിൾ നമുക്ക് തരുന്നത്. ആമേൻ. അപ്പം നാം കർത്താവിൻ്റെ ആ വലിയ അനോഖെ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ ദീർഘക്ഷമ, ദൈവത്തിൻ്റെ കരുണ. ഇനിയും റോമലേഖനം 11-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അതിൻ്റെ 30-31 വാക്യങ്ങളിലൊക്കെ അവിടെ വളരെ രസകരമായൊരു കാര്യം പൗലോസ് പറയുന്നുണ്ട്. അപ്പം അതുകൂടി പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കണം. അവിടെ ഇങ്ങനെ പറയുന്നത്, ജാതികളായി നമ്മോടായി പറയുന്നത്, ജാതികളിൽ നിന്ന് രക്ഷയിലേക്ക് വന്ന് നമ്മോടായി പറയുന്നത്. റോമർ 11 നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നു. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോൾ ദൈവം യഹൂദനെ തിരഞ്ഞെടുത്തു. അപ്പം നിങ്ങൾ
ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോൾ ദൈവം യഹൂദനെ തിരഞ്ഞെടുത്തെങ്കിൽ, പിന്നത്തേതിൽ യഹൂദനും ദൈവത്തെ അനുസരിക്കാതിരുന്നു. യഹൂദൻ ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോൾ നിങ്ങളോട് ദൈവം കരുണ കാണിച്ചു. ഇത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്നാൽ വളരെ ലളിതവുമായൊരു കാര്യമാണ്. ദൈവം യഹൂദനെ തിരഞ്ഞെടുത്തു. പക്ഷെ യഹൂദന്റെ അനുസരണക്കേട് കൊണ്ടാണ് അനുസരണം കെട്ട ജാതികളിലേക്ക് ദൈവം തിരിഞ്ഞത്. ഇതാണ് പൗലോസ് പറയുന്നത്. യഹൂദൻ അഥവാ സ്വന്ത ജനം, ആ സ്വന്ത ജനത്തിൻ്റെ അനുസരണക്കേട് കൊണ്ടാണ്, അവർ നിരന്തരമായി ദൈവത്തെ അനുസരിക്കാതിരുന്നത് കൊണ്ട് ദൈവം അവരുടെ അനുസരണക്കേട് നിമിത്തം ജാതികളിലേക്ക് തിരിഞ്ഞു. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മിലേക്ക് എന്താണ് കർത്താവ് മുഖം തിരിച്ചത്? എന്താ നമ്മെ വീണ്ടെടുത്തത്? അതിന് കാരണം യഹൂദൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. ഇതാണ്. അപ്പൊ സ്വന്തം ജനമായ യഹൂദൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് നമുക്ക് കരുണ ലഭിച്ചത്. പ്രൈസ് ഗോഡ്. അതുപോലെ നാം അനുസരണം കെട്ടവരായിരുന്നപ്പോൾ നമുക്ക് കരുണ ലഭിച്ചല്ലോ. നാം ജാതികളായിരുന്നപ്പോൾ നമുക്ക് കരുണ ലഭിച്ചല്ലോ. അപ്പൊ ജാതികളായ നാം അനുസരണക്കേട് കാണിച്ചപ്പോൾ നമുക്ക് കരുണ ലഭിച്ചതുപോലെ യഹൂദനും അനുസരണക്കേട് കാണിച്ചു. യഹൂദൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ യഹൂദനും ജാതികളും അനുസരണം കെട്ടവരായി. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് പറഞ്ഞത്: നിങ്ങൾക്ക് കരുണ ലഭിച്ചതുപോലെ അവർക്കും കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതെ ഇരിക്കുന്നു. ഇത് വളരെ ചിരിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു പ്രതിവാദി വിഷയമാണ്. ജാതികളെ, നിങ്ങൾ അനുസരണം കെട്ടവരായതുകൊണ്ട് ദൈവം നിങ്ങളോട് കരുണ കാണിച്ചു. ഇപ്പോൾ യഹൂദനും അനുസരണക്കേട് കാണിക്കുന്നതുകൊണ്ട് അവനോടും കരുണ കാണിക്കാൻ പോകുകയാണ്. എന്നോട് പറഞ്ഞാൽ അനുസരണം കെട്ടവരോടെല്ലാം കരുണ കാണിച്ചിട്ട് അവരെ തെരഞ്ഞെടുക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് എവിടെ പറയുന്നത്? നിങ്ങൾ ഈ റോമാലേഖനം 11-ാം അധ്യായം വായിച്ചു നോക്കും. പ്രൈസ് ഗോഡ്. നമ്മുടെ അനുസരണമല്ല നമ്മുടെ തിരഞ്ഞെടുപ്പിന് പോലും ആധാരമായിരിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ കരുണയാണ്. പ്രൈസ് ഗോഡ്. ഇതിനെ തിരിച്ചറിയുന്ന ആ തിരിച്ചറിവ് അത് നമ്മെ കർത്താവിങ്കിലേക്ക് നടത്തും. കർത്താവുമായി ഒന്നിച്ച് നടക്കുവാൻ അത് നമ്മെ ബലപ്പെടുത്തും. ഈ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു സങ്കീർത്തന ഭാവമല്ലേ 116-ാം സങ്കീർത്തനം, അതിൻ്റെ 12-ാം വാക്യം: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. വാസ്തവത്തിൽ എന്താ സങ്കീർത്തനം അവിടെ പറയുന്നത് നിങ്ങൾക്കറിയാമോ? സങ്കീർത്തനം അവിടെ പറയുന്ന അദ്ദേഹത്തിന് ചെയ്ത മറ്റൊരു ഉപകാരവുമല്ല. ഇദ്ദേഹത്തെ പോലെ ഒത്തിരി ഷോർട്ട് കമ്മിങ്സ് ഉള്ള, ഇദ്ദേഹത്തെ പോലെ ഒരു പാപവും ബലഹീനതയും എല്ലാം ഉള്ളൊരു മനുഷ്യനെ നിരന്തരം ക്ഷമിച്ച് വീണ്ടും ആ രക്ഷയിൽ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ മഹാദയയെക്കുറിച്ചായി പറയുന്നത്. പ്രൈസ് ഗോഡ്. നമുക്കും ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിലെ എന്തെല്ലാം ഷോർട്ട് കമ്മിങ്സിനെയാണ് ദൈവം ക്ഷമിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഏറ്റുപറഞ്ഞും പിന്നെയും ഏറ്റുപറഞ്ഞും വീണ്ടും ഏറ്റുപറഞ്ഞും നമ്മുടെ ആത്മീക ജീവിതത്തിൽ പലപ്പോഴും നാം മുമ്പോട്ട് പോയിട്ടില്ലേ? അപ്പോഴെല്ലാം നമ്മെ മടുക്കാതെ തൻ്റെ ദയയുടെ ആധിക്യം കാണിച്ച് വീണ്ടും നമ്മെ തൻ്റെ സന്നിധിയിൽ അടുപ്പിച്ചു നിർത്തുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തിനും കരുണയ്ക്കും മുമ്പിൽ നമുക്ക് വീണ്ടും കർത്താവിനോട് ഒരു പ്രത്യുത്തരമായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിന്ന് അവിടുത്തെ ആ വലിയ കരുണയെക്കുറിച്ച് കേൾക്കാനിടയായി. ഞങ്ങൾ അതിക്രമികളും പാപികളുമായിരിക്കെ ഞങ്ങളോട് കാണിച്ച മഹാകരുണയ്ക്കായ സ്തോത്രം. വീണ്ടും അങ്ങയുടെ ദീർഘക്ഷമയെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ സ്വർഗം ഞങ്ങളെ ഒന്നിച്ച് സഹായിക്കണം. തിരുകൃപയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.